السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه أجمعين. أما بعد. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്തുൽ അസ്ർ. വിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൽ അസ്ർ. 3 ആയത്തുകളാണുള്ളത്. അസ്ർ എന്ന് പറഞ്ഞാൽ കാലം എന്നാണ് അർത്ഥം. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് തുടങ്ങിയതിനാലാണ് ഈ സൂറത്തിന് സൂറത്തുൽ അസ്ർ എന്ന് പേര് വരാനുള്ള കാരണം. ഈ സൂറത്തിൻ്റെ വളരെ ചെറിയ രൂപത്തിലുള്ള ആശയം മനസ്സിലാക്കി തജ്വീദ് അനുസരിച്ച് നമുക്ക് ഓതി പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. വൽ അസ്ർ എന്ന ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നിർദ്ദേശിക്കുന്നത് കാലത്തെ സത്യം ചെയ്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട നാം മനസ്സിലാക്കിയിരിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട 4 കാര്യങ്ങളെയാണ് പറയുന്നത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലം തന്നെയാണ് സത്യം. ആ കാലത്തിലാണ് അവൻ്റെ ജീവിതം കഴിച്ചുകൂട്ടുന്നത്. ഒന്ന് കണ്ണു തുറന്നാൽ ലോകത്ത് കാണുന്നതെല്ലാം അത്ഭുതങ്ങളാണ്. ഭൂമി, ആകാശം, അതിലുള്ളതെല്ലാം ചിന്തിച്ചോ ആലോചിച്ചോ തീർക്കാൻ കഴിയാത്ത മഹാത്ഭുതങ്ങളാണ്. അവയെല്ലാം അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ മേൽ അറിയിക്കുന്ന കാര്യങ്ങളാണ്. ഈ കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല വളരെ ഗൗരവത്തോടെ ഒരു കാര്യം പറയുകയാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു. പക്ഷേ 4 വിഭാഗക്കാർ നഷ്ടത്തിൽപ്പെട്ടവരല്ല. ആരൊക്കെയാണ് ആ 4 വിഭാഗം? ഞാനും നിങ്ങളും ആ 4 വിഭാഗക്കാരിൽപ്പെട്ടവരാണോ? ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഒന്നാമത്തെ വിഭാഗം ഇല്ലല്ലദീന ആമനു, മുഅ്മിനീങ്ങളായവർ, സത്യവിശ്വാസികളായവരൊഴികെ. സത്യവിശ്വാസികൾ. വഅമിലുസ്സാലിഹാത്ത്, മുഅ്മിനായാൽ മാത്രം പോരാ, സത്യവിശ്വാസിയായാൽ മാത്രം പോരാ. വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുമൊഴികെ. സൽക്കർമ്മം വേണം. മൂന്നാമത്തെ കാര്യം വതവാസൗ ബിൽ ഹഖ്, നല്ലതുകൊണ്ട് പരസ്പരം വസിയ്യത്ത് ചെയ്യുന്നവരുമൊഴികെ. നല്ലതുകൊണ്ട് പരസ്പരം ഉപദേശിക്കുക, ഈമാൻ കൊണ്ട് ഉപദേശിക്കുക. ഭാര്യ, സന്താനങ്ങളോട്, കുടുംബക്കാരോട്, സഹപാഠികളോട്, അടുപ്പക്കാരോടെല്ലാം നല്ലതുകൊണ്ട് ഉപദേശിക്കുക. ലുസൂമുൽ അമൽ ബി കിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞ കാര്യം അനുസരിക്കുക. വംതിസാലു അംരി വജ്തിനാബു നവാഹി, അള്ളാഹു സുബ്ഹാനഹു തആല പ്രവർത്തിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക. വിരോധിച്ച, പാടില്ലാത്ത, നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ വെടിയുകയും ചെയ്യുക. ഇതാണ് വതവാസൗ ബിൽ ഹഖ്, നല്ലതുകൊണ്ട് ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ നല്ലതുകൊണ്ട് ഉപദേശിക്കുന്നവരുമൊഴികെ. നാലാമത്തെ വിഭാഗം വതവാസൗ ബിസ്സബ്ർ, പരസ്പരം ക്ഷമ കൊണ്ടും ഉപദേശിക്കുന്നവരൊഴികെ. ഏതൊരു വ്യക്തിക്കും വളരെ അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവമാണ് ക്ഷമ എന്ന് പറയുന്നത്. ലോലമായ മനസ്സ് എന്നാണ് ക്ഷമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വതവാസൗ ബിസ്സബ്ർ അല ത്വാഅതി വഅനിൽ മഅസിയ, നന്മ ചെയ്യാൻ വേണ്ടി അവൻ്റെ ശരീരത്തെ പ്രേരിപ്പിക്കുക. വഅനിൽ മഅസിയത്തി, തിന്മയെ തൊട്ട് അവൻ്റെ ശരീരത്തെ തടയുക. അതാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ. നല്ല ഭയഭക്തിയോടെ അള്ളാഹുവിന് വേണ്ടി മാത്രം എന്ന നിയത്തോടെ നിസ്കരിക്കണമെങ്കിൽ
ക്ഷമ വേണം. മറ്റുള്ളവരെ കാണിക്കാനോ വലിയ ആളാവാനോ ഒന്നും ഉദ്ദേശിക്കാതെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സദഖ ധർമ്മം ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ വേണം. തെറ്റുകൾ ചെയ്യാൻ നല്ല അവസരം ലഭിക്കുമ്പോൾ കള്ളു കുടിക്കാൻ, വ്യഭിചരിക്കാൻ, കളവ് പറയുക, പരദൂഷണം പറയുക, ഇത്തരത്തിലുള്ള തിന്മകളൊക്കെ ചെയ്യാൻ നല്ല അവസരം ലഭിക്കുമ്പോൾ വഖഫുഹാ അനിൽ മഅസിയ, ആ തെറ്റുകളെ തൊട്ട് അവൻ്റെ ശരീരത്തെ തടഞ്ഞു നിർത്തണമെങ്കിൽ നല്ല ക്ഷമ വേണം. ഈ ക്ഷമ പരസ്പരം ഉപദേശിക്കുക, ഈ ക്ഷമയുണ്ടായിരിക്കുക, അവനാണ് നാലാമത്തെ വിഭാഗം. പറഞ്ഞു വന്നത് ഈ 4 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അവൻ വിജയിച്ചു, ഇല്ലെങ്കിലോ അവൻ പരാജയപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവനാണ്. നാം എല്ലാവരും നല്ല മുഅ്മിനീങ്ങളായി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് പരലോകം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പാരായണ പഠനത്തിലേക്ക് കടക്കാം. ആദ്യം ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കും. ശേഷം സംഘമായി ഓതി പഠിക്കുകയും ചെയ്യാം. ഒന്നാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ. വാ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മുമ്പ് പല ക്ലാസ്സുകളിലും സൂചിപ്പിച്ചതാണ്. വൽ അസ്ർ, ഇവിടെയുള്ള അസ്ർ എന്ന പദത്തിലെ സ്വാദിനെ സീനായി ഉച്ചരിക്കാൻ പാടില്ല, സ്വാദായി തന്നെ ഉച്ചരിക്കണം. നാവിൻ്റെ കൂർത്ത അറ്റത്തു നിന്നുമാണല്ലോ സ്വാദ് ഉച്ചരിക്കേണ്ടത്. അതോടൊപ്പം ഇവിടെ ചിലരൊക്കെ സ്വാദിൽ ഒരൽപ്പം കൽക്കല കൊടുത്തുകൊണ്ട് വൽ അസ്ർ എന്ന് ഓതാറുണ്ട്. അത് ശരിയായ രൂപത്തിലുള്ള ഓതല്ല. വൽ അസ്ർ. എന്നാൽ സ്വാദിലെ സഫീറ എന്ന് പറയുന്ന ആ ഒരു സിഫത്ത് കൊടുത്തുകൊണ്ട് അതിൻ്റെ ശരിയായ രൂപത്തിൽ ഓതുമ്പോൾ റാ അവ്യക്തമായി പോകാനും സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ റാ അവ്യക്തമായി പോവാൻ പാടില്ല. അതെങ്ങനെയാണ്? വൽ അസ്ർ, ഇങ്ങനെ റായിനെ വ്യക്തമാക്കുകയും ചെയ്യണം. റായിലും കൽക്കല ഉണ്ടാവാൻ പാടില്ല. വൽ അസ്ർ, ഇങ്ങനെയും അല്ല ഓതേണ്ടത്. വൽ അസ്ർ. രണ്ടാമത്തെ ആയത്ത്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇന്ന ഷദ്ദുള്ള നൂനായതിനാൽ നന്നായി മണിക്കണം. മറ്റൊന്ന് അൽ ഇൻസാൻ, സുക്കൂനുള്ള നൂന് ശേഷം സീനായതുകൊണ്ട് ഇഖ്ഫാ അഥവാ മറച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഇൻസാൻ എന്നല്ല, ഇൻസാൻ. മറ്റൊന്ന് ലഫീ ഖുസ്ർ. ഖുസ്ർ എന്ന പദത്തിലെയും സീൻ സഫീറയുടെ അക്ഷരമാണ്. പക്ഷി സ്വരത്തോട് സാദൃശ്യമുള്ള ആ ഒരു സിഫത്തുള്ള അക്ഷരമാണ്. ശേഷം റാ വന്നു. ഇവിടെയും സീനിൽ കൽക്കല ഉണ്ടാവാനും സാധ്യതയുണ്ട്. സഫീറ എന്ന് പറയുന്ന സിഫത്ത് സീനിൽ നല്ല രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവസാനത്തെ ഹർഫായ റാ അവ്യക്തമായി പോകാനും സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇങ്ങനെ സീനിൽ കൽക്കല ഉണ്ടാവാനും പാടില്ല, റായിനെ വ്യക്തമാക്കുകയും ചെയ്യണം. അവസാനത്തെ ആയത്ത്, ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇല്ലല്ലദീൻ, അല്ലദീന എന്ന പദത്തിലെ ദാലായി പോകാൻ പാടില്ല. ആമനു വഅമിലുസ്സാലിഹാത്ത്, ഐനാണ്, ശ്രദ്ധിക്കണം. വഅമിലുസ്സാലിഹാത്ത്,
സ്വാദ് സീനായി പോകാനും പാടില്ല. വതവാസൗ ഇവിടെയും സ്വാദാണ്. വതവാസൗ ബിൽ ഹഖ് ഹഖി എന്ന് ആയി പോകാൻ പാടില്ല. ഖാഫ് കാഫായി ഹക്കി എന്നും ഓതാൻ ഒരിക്കലും പാടില്ല. വതവാസൗ ബിസ്സബ്ർ വതവാസൗ അവിടെയും സ്വാദാണ്. ബിസ്സബ്ർ അവിടെയും സ്വാദ് തന്നെയാണ്. പിന്നെ മറ്റൊന്ന് അവസാനത്തെ റായിൽ അൽക്കല കൊടുത്തുകൊണ്ട് ബിസ്സബ്ർ ഇങ്ങനെയും ഓതരുത്. ബിസ്സബ്ർ വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇനി ഈ സൂറത്ത് നമുക്ക് സംഘമായി ഓതി പഠിക്കാം. ആവർത്തിച്ചോതുമ്പോൾ കൂടെ നിങ്ങളും ഓതുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. والعصر والعصر إن الإنسان لفي خسر. إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.